കഴിയുന്നത്. ഇപ്പോൾ കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോസഫ്, കാസർഗോഡിനെ സംബന്ധിച്ചുള്ള ഇരട്ടി മധുരമാണ് ഉണ്ടായിരിക്കുന്നത്. ഉണ്ണിത്താനിന് ഇരട്ടി ഭൂരിപക്ഷം. എങ്ങനെയാണ് അവസാന മണിക്കൂറിലെ കണക്കുകൾ? ശ്രുതി, അവസാനഘട്ട കണക്കുകൾ വരുമ്പോൾ 93,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ തവണ 42,000 വോട്ടുകളാണ് രാജ്മോഹൻ ഉണ്ണിത്താന് ലഭിച്ചിരുന്നത്. ഇത്തവണ അത് 1,00,000-ലേക്ക് കടക്കുമെന്ന സൂചനയായിരുന്നു ഇന്ന് രാവിലെയും രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലുള്ള മത്സര ഫലമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 93,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ജനകീയനായ MP എന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം കോൺഗ്രസ് നേതൃത്വം നൽകിയത്. അത് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് വേണം ഈ ഫലം കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ജനകീയനായ ജില്ലാ സെക്രട്ടറിയെ കളത്തിലിറക്കിയായിരുന്നു CPM വലിയ രീതിയിൽ പ്രചരണം നടത്തിയിരുന്നത്. പക്ഷേ ഇടത് കോട്ടകളിൽ വലിയ രീതിയിലുള്ള പാളിച്ചകൾ സംഭവിച്ചു. ഇടത് കോട്ടകളിൽ വിള്ളലുണ്ടായി. ഇതാണ് ഈ പരാജയത്തിന് പ്രധാന കാരണം. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് BJP അവരുടെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കല്യാശ്ശേരിയും പയ്യന്നൂരും അതുപോലെ തന്നെ തൃക്കരിപ്പൂരിലുമാണ് ഇത്തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായി പാർട്ടിയുടെ വോട്ടുകൾ ലഭിച്ചിട്ടുള്ളത്. ഇതാണ് ഈ വിജയത്തിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ നയിച്ച പ്രധാനപ്പെട്ട ഘടകം. കോൺഗ്രസ് പാർട്ടിയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താന് അനുകൂലമായാണ് കാസർഗോട്ടെ ജനങ്ങൾ ഇത്തവണയും വോട്ട് ചെയ്തത്. ആദ്യ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിക്കുമ്പോൾ ജയിക്കുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അന്ന് ജയിച്ചിരുന്നു 2019. പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDF നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നത് നഷ്ടപ്പെട്ട മണ്ഡലം 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും തിരിച്ചു പിടിക്കാമെന്നായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അത് മാത്രവുമല്ല, നിലവിലുണ്ടായിരുന്ന വോട്ടിന്റെ ശതമാനം വളരെയേറെ കുറയുകയും ചെയ്തു. CPM ഇപ്പോൾ എന്താണ് ഇത്തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ നേട്ടമാണ് ജില്ലയിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയിരിക്കുന്നത്. 1,00,000-നടുത്ത് ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുകയാണ്. മറ്റ് അനുകൂല ഘടകങ്ങൾ ഒന്നുമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിലും ജനപ്രീതി എന്ന ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വിജയത്തിലേക്ക് നടന്നു കയറിയത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഏതൊക്കെയായാലും വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ ഒന്നും തന്നെ ജില്ലയിലില്ല. കാരണം 6 മണിക്ക് ശേഷം ആഘോഷ പ്രകടനങ്ങൾ വേണ്ട എന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങൾക്ക് നന്ദി പറയുന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളാണ് തന്നെ വിജയിപ്പിച്ചത്. അവരെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. മാത്രവുമല്ല, തന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും രണ്ടാം ഊഴത്തിലും ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോട്ടുകാർ കയ്യും നീട്ടി സ്വീകരിച്ചു. കാസർഗോഡിന്റെ ഉണ്ണിച്ച എന്ന ലേബൽ അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിരുന്ന മുഖമുദ്ര വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായി വന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ രണ്ടാം ഊഴം എന്ന് തന്നെ നമുക്ക് പറയാം. 78,344 വോട്ടിന് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് വിജയിച്ചിരിക്കുന്നു. വടക്കൻ മലബാറിൽ വിജയ തേരോട്ടം ആവർത്തിച്ചിരിക്കുകയാണ് UDF.